Dears, welcome back to Arcane. So Christmas exam വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഠനം വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഈസി ആയിട്ട് വാങ്ങാനും പറ്റും അല്ലേ? മക്കളെ ആദ്യം നിങ്ങൾ ടൈം ടേബിൾ അനലൈസ് ചെയ്യുക. ചില സബ്ജക്റ്റുകൾ പഠിക്കാൻ കുറച്ചെങ്കിലും ടൈം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ചില സബ്ജക്റ്റുകൾക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പ് പോലും ചുരുക്കി പറഞ്ഞാൽ ഈ ടൈം ടേബിൾ നോക്കുന്ന സമയത്ത് രണ്ട് സബ്ജക്റ്റുകൾ നിങ്ങൾ സേഫ് ആണ്, പക്ഷേ രണ്ട് സബ്ജക്ട് ക്രിട്ടിക്കൽ സോണിലാണ് സബ്ജക്ട്. മക്കളെ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ് ഇനി വേണ്ടത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ട്യൂസ്ഡേ ആണ് പ്ലസ് 2കാർക്ക് എക്സാം തുടങ്ങുന്നത്, ഫിസിക്സ് ആണ് തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്ക് മൺഡേയും സൺഡേയും കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്സിന് അതിനേക്കാൾ ഒരു ആദ്യത്തെ സബ്ജക്ട് ഫിസിക്സ് ആയതുകൊണ്ട് നിങ്ങൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കും. കുറച്ച് മുൻപൊക്കെ പഠിച്ചു കൊടുക്കും. ആദ്യം കൂടുതലായിട്ട് പഠിക്കാൻ സമയം എടുക്കുന്ന ഫിസിക്സ് തന്നെയായിരിക്കും. അപ്പൊ ഫിസിക്സ് തലേ ദിവസം 2 ദിവസം നിങ്ങൾക്ക് സമയമുണ്ട്. അതേപോലെ കെമിസ്ട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ 22 20 ശനിയാഴ്ച സെക്കൻഡ് ലാംഗ്വേജ് ഫോർനൂൺ തന്നെ കഴിയും. അന്ന് ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയമുണ്ട്. സൺഡേ കംപ്ലീറ്റ് നിങ്ങൾക്ക് സമയമുണ്ട് കെമിസ്ട്രി ഒന്ന് റിവൈസ് ചെയ്യാനും മറ്റൊക്കെ ടൈം. കുറച്ചൊക്കെ സേഫ് ആണ്, ഫുൾ സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കമ്പാരിറ്റീവ്ലി കെമിസ്ട്രിയും ഫിസിക്സും സേഫ് ആണെന്ന് മനസ്സിലാക്കുക. എനിക്കൊന്ന് ബയോ സയൻസുകാർക്കായിരിക്കും ഈ ടൈം ടേബിൾ ഏറ്റവും കൂടുതൽ കഷ്ടമായിട്ടുള്ളത്. കാരണം കമ്പ്യൂട്ടർ സയൻസുകാരെ സംബന്ധിച്ച് അവർക്ക് ക്രിസ്മസിന് ശേഷമാണ് ഒരു എക്സാം, കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം വരുന്നത്. അപ്പൊ അവർക്ക് ക്രിട്ടിക്കൽ ആയിട്ട് ഒറ്റ സബ്ജക്റ്റേ ഉള്ളൂ, അത് മാത്സ് ആണ്. എന്നാൽ ബയോ സയൻസുകാർക്ക് ബയോളജിയും മാത്സും ക്രൂഷ്യൽ. അതായത് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് മാത്സ് ആണ്. ആ സബ്ജക്റ്റ് ആണ് ഇതിനിടയിൽ അടുത്തടുത്ത് വരുന്നത്. അതായത് 16 ഫിസിക്സ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം 17 ബയോളജി, തൊട്ടടുത്ത ദിവസം 18 മാത്സും വരുന്നുണ്ട്. ഈ രണ്ട് സബ്ജക്റ്റുകളും അടുപ്പിച്ചാണ് വരുന്നത്. ബയോളജിയും മാത്സും ഒരു ദിവസത്തെ ഗ്യാപ്പ് പോലും ഇല്ല. അപ്പൊ മക്കൾ ശ്രദ്ധിക്കുന്നത് മാത്സ് ആദ്യം നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട സബ്ജക്ട് മാത്സ് ആണെന്ന് മനസ്സിലാക്കുക. കൂടുതൽ പഠിക്കാനുള്ളത് മാത്സ് ആണ്, കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് മാത്സ് തന്നെയാണല്ലേ. അതുകൊണ്ട് കൂടുതൽ സമയം ഇപ്പൊ മാത്സിന് വേണ്ടി ചെലവഴിച്ചാൽ മാത്രമേ. മാത്സും ബയോളജിക്ക് ഇപ്പൊ കുറച്ച് പ്രയോറിറ്റി കൂടുതൽ കൊടുത്തോ, കാരണം ആ സബ്ജക്റ്റുകൾക്ക് തീരെ സമയമില്ല തലേദിവസം നമുക്ക് പഠിക്കാൻ. ഓരോരോ ചാപ്റ്റേഴ്സ് വീതം മാത്സിന്റെയും ബയോളജിയുടെയും പഠിച്ചു തുടങ്ങാം. കമ്പ്യൂട്ടർ സയൻസുകാരാണെങ്കിൽ കൂടുതൽ സമയം ഇപ്പോ മാത്സിന് സ്പെൻഡ് ചെയ്യുക, കാരണം നിങ്ങൾക്ക് സമയമുണ്ട് ബാക്കി സബ്ജക്റ്റുകൾ. അതെ, മാത്സ് കൂടുതലായി ചെയ്തു നോക്കേണ്ടി വരും, അതിന് കൂടുതൽ സമയം വേണ്ടി വരും. അതുകൊണ്ട് മക്കൾ അത് മനസ്സിലാക്കി തന്നെ ആദ്യമേ മാത്സ് പഠിച്ചു തുടങ്ങാം, ഒരു സമയം അതിന് കണ്ടത്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്ലസ് 2കാര് സെക്കൻഡ് ടേമിലെ പോർഷൻസ് ആദ്യം പഠിക്കുക. കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് അവിടുന്നാണ്. മറ്റേതൊരു 15 to 20 മാത്രമേ വരത്തുള്ളൂ. അതായത് സെക്കൻഡ് ടേമിലെ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റും. A+ലേക്ക് എന്തായാലും എത്താൻ പറ്റും. കാരണം ഇപ്പൊ കെമിസ്ട്രീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓർഗാനിക് ഒക്കെ കുറച്ച് ടഫാണ്. അപ്പൊ ഫുൾ മാർക്കിലേക്ക് എത്തണമെങ്കിൽ അത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സ് അറിയാമായിരിക്കണം. മക്കളെ ഒരു 78 മാർക്കാണ് ചോയ്സ് ഉൾപ്പെടെ വരിക. അതിൽ 60 മാർക്കാണ് നിങ്ങൾക്ക് ഫുൾ മാർക്കിന് വേണ്ടത്. അപ്പൊ പ്ലസ് 2കാര് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സെക്കൻഡ് ടേമിനാണ്. അതിനുശേഷം മാത്രം ഫസ്റ്റ് ടേം പഠിച്ചു തുടങ്ങുക. അതേപോലെ ബയോളജിക്കും മാത്സിനും ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രയോറിറ്റി കൊടുക്കുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ക്രൂഷ്യൽ ഡേയ്സ് ആണ്. സോ ഓരോ ദിവസവും നന്നായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി, കാരണം ഏതൊക്കെ ദിവസങ്ങൾ ഏതൊക്കെ ചാപ്റ്റർ തീർക്കണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കി മനസ്സിൽ പഠിച്ചോളൂ അല്ലേ? റെഡി അല്ലേ? അപ്പോ വളരെ നന്നായിട്ട് പഠിക്കൂ. ഓൾ ദ വെരി ബെസ്റ്റ്.